ഹലോ ഗൈസ്, അപ്പോൾ ഈ വെക്കേഷന് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പം പേരൻസിനൊക്കെ നമ്മൾ കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ആയിട്ട് ദൂരോട്ടൊന്നും കൊണ്ടുപോകാൻ സമയമില്ലാത്ത പേരൻസിന് ഒരു ഈവനിങ് ഒക്കെ മാത്രം പിള്ളേരെ ഇതുപോലെ വൈബാക്കാൻ കൊണ്ടുപോകാൻ പറ്റിയ ഒരിടമാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന പ്ലേസ് തന്നെ ആയിരിക്കും, എങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി നമുക്ക് ഈ വീഡിയോ ചെയ്യുകയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ജലകേളി കേന്ദ്രം. ഇത് കൊല്ലം ബീച്ചിൻ്റെ ഓപ്പോസിറ്റ്, റോഡിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പം കൊല്ലം ബീച്ചിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു പാർക്കുണ്ട്, വലിയ പാർക്കുണ്ട്. അപ്പോൾ അതിൻ്റെയും റോഡിൻ്റെ അടുത്ത വശത്തായിട്ടാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പം കൊല്ലം ബീച്ചിൽ പോകുമ്പോൾ മിക്ക സമയങ്ങളിലും ആ കൊല്ലം ബീച്ചിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ആ ഒരു പാർക്ക് ക്ലോസ്ഡ് ആയിരിക്കും. ചില സമയമൊക്കെ അത് ഓപ്പൺ ആവും, വീണ്ടും കുറേ കാലം അത് ക്ലോസ്ഡ് ആക്കി കിടക്കും, വീണ്ടും കുറേ നാൾ ഓപ്പൺ ആവും. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഈ ഒരു പാർക്കാണെങ്കിൽ ആ ഒരു പാർക്ക് അടച്ചിട്ടിരിക്കുന്ന സ്ഥിതിക്ക് ഈ ഒരു പാർക്കിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്കുമായി. അപ്പോൾ ഈ ഒരു വെക്കേഷനൊക്കെ കുട്ടികൾ പുറത്ത് പോകണമെന്നും ഇങ്ങനെ കളിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കൊണ്ടുപോകാറുമുണ്ട് ഒട്ടുമിക്ക പേരൻസും. അങ്ങനെ സമയമില്ലാത്തവർക്ക് വേണ്ടി ഒരു വൈകുന്നേരം മാത്രം ചിലവാക്കിയാൽ ഇവിടെ ആവശ്യം പോലെ സമയം കുട്ടികൾക്ക് കളിക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് കയറാനുള്ള ടിക്കറ്റ് ചാർജൊക്കെ പറയാം. അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങളിലോട്ട് എത്തുന്നു. ഒപ്പം ബെൽ ബട്ടണിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷനോട് കൊടുക്കുക. അപ്പോൾ ഇതിനകത്തോട്ട് കയറാൻ ഒരാൾക്ക് 10 രൂപ ടിക്കറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 10 രൂപ. 5 വയസ്സിന് മേലെ ഉള്ളവർക്കെല്ലാം ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ. ഇവിടെ എല്ലാം ഫ്രീ ആണ്. പിന്നെ ചില റൈഡുകളിലും ഒക്കെ നമുക്ക് പൈസ കൊടുത്ത് കയറേണ്ടതുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം, ഏതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പാർക്ക് വന്നിട്ട് അത്യാവശ്യം നല്ല കളിക്കാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ചില പാർക്കിലൊക്കെ കുറച്ച് ഐറ്റംസേ കാണത്തുള്ളല്ലോ, പക്ഷേ ഇവിടെ ഒരുപാട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ, അടിപൊളി കളിക്കാൻ, കുട്ടികൾക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് ഇടമുണ്ട്. പിന്നെ ബോട്ട് റൈഡിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിൽക്കട്ടെ, നമ്മൾ ബോട്ട് റൈഡിങ്ങിനൊന്നും പോയില്ല. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ വെയിൽ ഇല്ലാത്ത സമയം നോക്കി വരണം. ഒന്നീ രാവിലെ ഉള്ള സമയങ്ങൾ, ഇല്ലെങ്കിൽ ഈവനിങ് ഉച്ച സമയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ ഞാനിവിടെ കാണിക്കാം. ഈ ഒരു ട്രെയിനൊക്കെ അവർ ടിക്കറ്റ് ചാർജ് ഉണ്ട്. 20 രൂപയേ ഉള്ളൂ അതിന് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ ഈ കാണുന്ന ഒന്നിനും എക്സ്ട്രാ ടിക്കറ്റോ ചാർജോ ഒന്നും ഇല്ല. വെറുതെ ഇവിടെ എല്ലാവർക്കും കളിക്കാം, എല്ലാ കുട്ടികൾക്കും കളിക്കാനായിട്ടുള്ള പ്ലേസ് ആണ് ഇതൊക്കെ. പിന്നെ ഈ ഒരു നെറ്റ് ഇട്ടിട്ടൊരു സംഭവം ഉണ്ടല്ലോ, എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. 20 രൂപയേ ഉള്ളൂ ആ ടിക്കറ്റിനും. പിന്നെ ഇവിടെ ഒക്കെ കുട്ടികൾക്ക് ആവശ്യം പോലെ സമയം കളിക്കാം. നമുക്ക് ടൈം ലിമിറ്റും ഒന്നുമില്ല. ആവശ്യം പോലെ എത്ര നേരം വേണമെങ്കിലും സമയം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇനിയും കുറേ റൈഡും കൂടി ഉണ്ട്, ഒരുപാട് റൈഡും കൂടി ഉണ്ട്. അത് കാണിക്കാം. അപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് മറ്റ് മുകളിലോട്ടുള്ള ബാക്കി ഭാഗത്തോട്ട് പോകാം.
ഭാഗം ഉണ്ടല്ലോ, ഈ കുട്ടികൾ തുള്ളിച്ചാടുന്ന ഈ നെറ്റിനകത്ത് നമ്മൾ തുള്ളിച്ചാടുന്നൊരു ഭാഗം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കാണിക്കാവേ ഭാഗം. അതുകൊണ്ട് ആ കുട്ടികൾ അവിടെ തുള്ളിച്ചാടുന്നത്, ആ ഒരു ഭാഗം കുറച്ച് അത്ര സേഫ് അല്ലെന്നാണ് കേൾക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ചാടി പിള്ളേരിങ്ങനെ വാക്കല്ലാതൊക്കെ വീഴുമ്പോൾ നമ്മുടെ പെടലിയൊക്കെ നരമ്പുകൾക്കൊക്കെ ചെറിയ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല കേട്ടോ. അപ്പം നമ്മൾ വെറുതെ അതിനകത്ത് കയറി റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ബാക്കിയെല്ലാം സേഫാണ്. ഞാനിവിടെ നിന്ന് മേലോട്ട് പോകുമ്പോഴുള്ള പോർഷനൊക്കെ കാണിക്കാം. ട്രെയിനിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബോട്ടുണ്ടല്ലോ, ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന ബോട്ട് ടൈപ്പൊക്കെ ഉണ്ട്, അതെല്ലാം കാണിക്കാം. ഇനി ഇതിനകത്തുള്ള കൊച്ചുങ്ങൾക്ക് ബോട്ട്, ഈ ഒരു ബോട്ട് ഇതാണെങ്കിൽ 20 രൂപയുള്ളൂ ചാർജ് ഒരാൾക്ക് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് കറക്കി ബോട്ട് ഓടിക്കുന്നതാണ് ആ റൈഡ്. അതിൽ നന്ദമോൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഈ ഒരു ട്രെയിനാണ്. ഇതിന് 20 രൂപയാണ് ഒരാൾക്ക്. 4 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ചാർജ് ഉണ്ട്, ടിക്കറ്റ് ഈടാക്കുന്നുണ്ട്. ഇതിൽ വലിയവർക്കൊക്കെ കയറാം കേട്ടോ. അതിന് മുന്നേ പോയപ്പോൾ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു, ഈ വട്ടം ഞാൻ കയറിയില്ല. അതിൽ ഇതാണ്ട് ഇവിടെ ടിക്കറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. 10 രൂപ 20 രൂപയൊക്കെയാണ് ഇവിടെ ഓരോന്നിലുമുള്ള ടിക്കറ്റ് ചാർജ്. ഇതാണ്ട് ഈ ഒരു സംഭവം, ഇതൊക്കെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 10 20 രൂപയുള്ളൂ ഇവിടെ കാണുന്ന ഇതിനൊക്കെ. ഈ ബോട്ടൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഇവിടെ ട്രെയിനും ഉണ്ട്. ഇതിന് ഇത്രയും ടിക്കറ്റ് ഉണ്ട്. 10ഉം 20ഉം ഒക്കെയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. അപ്പോൾ എന്തുമായാലും നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല കുട്ടികൾക്കൊക്കെ വളരെ കുറഞ്ഞ പൈസയെ തന്നെ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഇടമാണ് ഈ ഒരു പ്ലേസ്. അതുകൊണ്ട് ഇവിടെയും 20 രൂപയാണ് ചാർജ് കേട്ടോ. നമ്മൾ അല്ലാതുള്ള ചിലയിടത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു സംഭവങ്ങളിലൊക്കെ 50 രൂപയാണ് ചാർജ് എടുക്കുന്നത്, ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ വെറും 20 രൂപയുള്ളൂ. പിന്നെ ഈ കാണുന്നതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഇവിടെ ചെറിയൊരു ഫുഡ് കോർട്ടും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒപ്പം മുതിർന്നവർക്ക് റിലാക്സ് ചെയ്യാനും പറ്റിയൊരു ഇടമാണ്. പ്രത്യേകിച്ച് കൊല്ലംകാർക്കൊക്കെ ഒന്ന് പെട്ടെന്ന് ഒരു ഈവനിങ് ഒക്കെ ഒന്ന് പിള്ളേരുമായിട്ട് കളിക്കാൻ പാർക്കിലൊക്കെ പുറത്ത് പോകണമെന്നുള്ളവർക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയൊരു ഇടമാണ് ഇന്ന് നമ്മളിപ്പം കണ്ടത്. അപ്പോൾ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ.